ഓവനും എയർ ഫ്രയറും ഒന്നും യൂസ് ചെയ്യാതെ വെറും 1 ടീസ്പൂൺ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് പാനിൽ ഗ്രിൽ ചെയ്തെടുക്കുന്ന ടേസ്റ്റി ഗ്രിൽഡ് ചിക്കൻ വിത്ത് സ്റ്റിർ ഫ്രൈഡ് വെജീസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർഷിനു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറാസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പാനിൽ ഗ്രിൽ ചെയ്തെടുക്കുന്ന ചിക്കന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് 2 പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മൊത്തത്തിലൊരു ബ്രസ്റ്റ് പീസിൻ്റെ 4 പീസാക്കി നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അതിൽ നിന്നുള്ള 2 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം അളവിലാണ് നമ്മളുടെ ഈ ചിക്കൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ മിക്സ് ആവുന്നത് പോലെ നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. ഈ ഒരു മസാലയാണ് നമ്മൾ മാരിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു 2 പീസിൻ്റെ നമ്മളിതിലേക്ക് 2 പീസ് 250 ഗ്രാം ചിക്കൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ട് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്നത് പോലെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ചിക്കൻ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എത്ര സമയം കൂടുതൽ വെക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ചിക്കൻ നല്ല ടെൻഡറും ജ്യൂസിയും ആവും. അപ്പോൾ മിനിമം അരമണിക്കൂർ വെക്കുക. അരമണിക്കൂറാണെങ്കിൽ പുറത്ത് തന്നെ വെക്കാം. അതിൽ കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ പാനിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റേജിലും നമ്മൾ ആ ഒരു മീഡിയത്തിൽ നിന്നും നമ്മൾ ഹൈയിലേക്ക് മാറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പീസും ഒരേ സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ ഒരു ഘട്ടത്തിലും ശ്രദ്ധിക്കണം. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടച്ച് വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റീമിൻ്റെ എഫക്റ്റ് കൂടെ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇത്രയും കുറഞ്ഞ ഓയിലിൽ നമുക്കിതിനെ നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റൂ. ഓരോ മിനിറ്റ് ഇടവിട്ടും നമുക്കിതിനെ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം ഞാനിതിനെ മറിച്ചിട്ട് കൊടുത്തു. ഈ ഒരു സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മൂടി മാറ്റിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അതിനുശേഷം സിമ്മിലാക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോഴും അടച്ച് തന്നെ വെച്ച് കൊടുക്കുക. എണ്ണ തീരെയും കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചേർത്ത് കൊടുക്കുന്ന ഓയിൽ തന്നെ ധാരാളമാണ്. കാരണം നമ്മൾ ഈ ഒരു സ്റ്റീമിൻ്റെ എഫക്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ചിക്കൻ നമ്മളിപ്പോൾ സിമ്മിലേക്ക് മാറ്റി വെച്ച നേരത്ത് നമുക്ക് വെജിറ്റബിൾസ് സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രോക്കോളിയും ക്യാരറ്റും ബീൻസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ബ്രോക്കോളി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ക്യാരറ്റും ബീൻസും ഓരോന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളുടെ ചിക്കൻ നമ്മൾ സിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് കുക്കാവുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു അല്പം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പത്തെ റെസിപ്പീസിലൊക്കെ സ്റ്റിർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വേറെ രീതികൾ കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ്. അടച്ച് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് അതിനെ ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ നമുക്ക് വേണ്ട പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ ഇതുപോലെ ചിക്കൻ നല്ല ഈസി ആയിട്ട് നമുക്കതിനെ അതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിലായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിക്കൻ്റെ വേവ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 16 മിനിറ്റോളം സമയം
ആണ് നമ്മൾ ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. ഇതിനൊപ്പം നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്ത വെജീസും നമ്മൾ വെക്കുന്നുണ്ട്. നല്ലൊരു നല്ലൊരു കോണ്ടിനെൻ്റൽ ഡിഷൊക്കെ സെർവ് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു ലുക്കല്ലേ കാണുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ കണ്ട് എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തതെന്നുള്ളത്. ജിമ്മിലൊക്കെ വർക്കൗട്ടിന് പോകുന്നവർക്കാണെങ്കിലും ഹൈ പ്രോട്ടീൻ മീൽസിനോട് താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഓയിലൊക്കെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്ത് ഇതുപോലെ ഫ്രൈസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക്, ഹൈ പ്രോട്ടീൻ മീൽ എടുക്കുന്നവർക്ക്, എല്ലാവർക്കും ബാച്ചിലേഴ്സിന് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് റിക്വയർമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഓവനില്ല, എയർ ഫ്രയർ ഇല്ല, ഗ്രില്ലില്ല, അതൊന്നും വേണ്ട. വെറും ഒരു ഫ്രൈയിങ് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ഓണാക്കി വെക്കാനായിട്ട് മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.